ഒരു യുദ്ധത്തിലും ആരും വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ്. യുദ്ധം പരാജയപ്പെടുത്തിയുള്ളൂ. മനുഷ്യൻ സംസ്കാരം സിദ്ധിക്കുകയും അവൻ വികസനം കുതിക്കുകയും ശാസ്ത്ര സാങ്കേതിക സാധ്യതകൾ ഉപയോഗിച്ച് അവൻ്റെ ജീവിത രീതി മാറ്റിമറിക്കുകയൊക്കെ ചെയ്യുന്നതിനെ മുഴുവൻ തച്ച് തകർക്കാനേ യുദ്ധങ്ങൾക്ക് കഴിയൂ എന്നുള്ള കാര്യം ലോകം തെളിയിച്ചിട്ടുള്ളതാണ്. 2 ലോകയുദ്ധങ്ങൾ നമ്മോട് വിളിച്ചു പറയുന്നതാണ്. ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബിട്ടതിന് ശേഷം അവിടെ ഉണ്ടാകുന്ന ഇപ്പോഴുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും ആ സ്വാധീനമുണ്ട്. ഒരിക്കലും തങ്ങൾ ചെയ്തു കൂട്ടിയിട്ടില്ലാത്ത ഒരു അപരാധത്തിൻ്റെ പേരിൽ ഫലം അനുഭവിക്കുന്നവരാണ് ഇപ്പോൾ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉള്ളത്. നിങ്ങൾക്കറിയാം, ഓഗസ്റ്റ് 6-ാം തീയതിയും 9-ാം തീയതിയും 3 ദിവസങ്ങളുടെ ഇടവേളയിൽ 2 നഗരങ്ങൾ ചുട്ടുചാമ്പലാക്കി അണുവായുധങ്ങൾ. അപ്പോൾ യുദ്ധം ഉണ്ടാക്കുന്ന സാമ്പത്തിക ചെലവും വളരെ വലുതാണ്. ഇറാനുമായുള്ള യുദ്ധം ഇസ്രയേൽ ഓരോ ദിവസവും 2461 കോടി രൂപ ചെലവ് വരുത്തി വയ്ക്കുന്നുവെന്നാണ് ഏകദേശ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇറാനും ഇസ്രയേലിനും മാത്രമല്ല, ലോകമെമ്പാടുമുള്ള രാഷ്ട്രങ്ങൾക്കുമേൽ വലിയ സാമ്പത്തിക ഭാരം ഈ യുദ്ധം വരുത്തി വയ്ക്കുന്നു. ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ഈ കേരളത്തിലെ തന്നെ വളരെ ചെറിയൊരു പ്രദേശത്തിരിക്കുന്ന ആളിന് പോലും ഈ യുദ്ധത്തിൻ്റെ സ്വാധീനം ഉണ്ടാകും. നമ്മുടെ പമ്പിലേക്ക് പെട്രോൾ അടിക്കാൻ ചെല്ലുമ്പോൾ അതിൻ്റെ വില മാറും. תראו מה קרה לי לבית חולים. الوضع بتل أبيب طلع يختفي عن عنا. يا الله لكي. ഇറാനിൽ നിന്നും തൊടുത്തുവിടുന്ന മിസൈലുകളെയും ഡ്രോണുകളെയും പ്രതിരോധിക്കുന്നതിനാണ് ഏറ്റവും അധികം ചിലവ് വരുന്നത്. ഇറാൻ തൊടുത്തുവിടുന്ന ദീർഘദൂര മിസൈലുകൾ തടുക്കുന്നത് ഇസ്രായേലിന്റെ ആരോ 2, ആരോ 3 മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളാണ്. ആരോ 3യിലെ ഒരു മിസൈലിന്റെ ചെലവ് 26 കോടി രൂപയാണ്. ക്രൂസ് മിസൈലുകളെയും മധ്യദൂര മിസൈലുകളെയും റോക്കറ്റുകളെയും തടുക്കുന്ന ഡേവിംഗ് സ്ലിംഗ് പ്രതിരോധ സംവിധാനത്തിലെ ഓരോ മിസൈലുകൾക്കും 8 കോടി രൂപയാണ് ചിലവ്. അമേരിക്കൻ നിർമ്മിത താഡ് പ്രതിരോധ മിസൈലിന് 110 കോടി രൂപ വരെയാണ് ചിലവ്. F-35 പോർ വിമാനങ്ങൾക്ക് പറക്കാൻ മണിക്കൂറിന് $10,000 ചിലവ് വരുന്നത്. ഇതിനു പുറമെയാണ് MK-84 പോലുള്ള ബോംബുകളുടെ ചിലവ്. 13 ലക്ഷം രൂപയാണ് ഒരു MK-84ന്റെ വില. ജോയിന്റ് ഡയറക്ട് അറ്റാക്ക് മ്യൂണീഷനുകൾക്ക് ഒരു യൂണിറ്റിന് 31 ലക്ഷം രൂപ വരെ വിലയുണ്ട്. ഇറാന്റെ സൈനിക ചെലവുകൾ ഇസ്രായേലിനേക്കാൾ കുറവാണെങ്കിലും അവരുടെ മിസൈൽ ആക്രമണങ്ങൾക്കും സൈനിക നീക്കങ്ങൾക്കും വലിയ തുക മുടക്കേണ്ടി വരുന്നുണ്ട്. ഇസ്രായേൽ ഇറാൻ സംഘർഷം ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളും ചെറുതല്ല. യുദ്ധം മൂലം എണ്ണവിലയും ചരക്കു നീക്കത്തിനുള്ള ചെലവും വർദ്ധിക്കുന്നത് ആഗോളതലത്തിൽ വലിയ വിലക്കയറ്റത്തിന് കാരണമാകും. ജനങ്ങൾ സുരക്ഷിത നിക്ഷേപമായ സ്വർണത്തിലേക്ക് മാറുന്നത് ഓഹരി വിപണിയിലും ഇടിവുണ്ടാക്കും. സംഘർഷം തുടർന്നാൽ ആഗോള സാമ്പത്തിക മേഖല അസ്ഥിരമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. റിസർച്ച് ഡെസ്ക് 24.